ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട നമ്മുടെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ, വായനാ ദിനത്തോടനുബന്ധിച്ച് പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രഭാഷകനും എഴുത്തുകാരനുമായ MG ശശിഭൂഷൺ സാർ, ഈ യോഗത്തിൽ നന്ദി അർപ്പിച്ച് സംസാരിക്കുന്ന ഔദ്യോഗിക ഭാഷാ സമിതിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ദീപ ആർ കൃഷ്ണൻ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഹപ്രവർത്തകർ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെങ്ങും വായനാ ദിനമായി ആചരിക്കുകയാണ്. ജൂൺ 19 നമ്മുടെ PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടിത്തറയിടുകയും ഗ്രന്ഥശാല പ്രസ്ഥാനം സംസ്ഥാനത്തെങ്ങും വളർത്തുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് ജൂൺ 19. ഇന്ന് സംസ്ഥാനത്തെങ്ങും വിപുലമായ പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നത്. നിയമസഭയിലും നമ്മൾ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ നിയമസഭാ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഒരു പുസ്തക പ്രദർശനം ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി സ്പീക്കറും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഇന്ന് ഉച്ചയ്ക്ക് നമ്മളിവിടെ ഒരു പ്രഭാഷണം എല്ലാ വർഷവും വായനാ ദിനത്തോടനുബന്ധിച്ച് ഔദ്യോഗിക ഭാഷാ വകുപ്പ് തല സമിതിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ പ്രഭാഷണം സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നമുക്ക് ഈ പ്രഭാഷണത്തിൽ പ്രഭാഷണം നടത്തുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രമുഖ ചരിത്രകാരനും എഴുത്തുകാരനും പ്രഭാഷകനുമായ MG ശശിഭൂഷൺ സാറാണ്. ഇന്ന് ഈ ചടങ്ങിൽ വെച്ച് നമ്മൾ നിയമസഭയുടെ ഔദ്യോഗിക ഭാഷാ വകുപ്പ് തല സമിതിയുടെ പ്രസിദ്ധീകരണമായ മൊഴി നുറുങ്ങും മാസികയുടെ ത്രൈമാസികയുടെ 11ാമത് ലക്കത്തിൻ്റെയും സമന്വയം ത്രൈമാസികയുടെ 22ാമത് ലക്കത്തിൻ്റെയും പ്രകാശനം ബഹുമാനപ്പെട്ട സ്പീക്കർ നിർവഹിക്കുന്നുണ്ട്. അതോടൊപ്പം മൊഴിയിലും സമന്വയത്തിലും സാഹിത്യ സൃഷ്ടികൾ നടത്തിയ ജീവനക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള പ്രോത്സാഹന സമ്മാനവും ഇന്ന് അദ്ദേഹം തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്ന് ഏറെ തിരക്കുകൾക്കിടയിൽ ഇന്ന് ഒരുപാട് പരിപാടികൾ ബഹുമാനപ്പെട്ട സ്പീക്കർക്കുണ്ടായിരുന്നു. അപ്പം അന്ന് ഈ തിരക്കുകൾക്കിടയിലും ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിന് എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ പ്രഭാഷണം നടത്താൻ വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രമുഖ ചരിത്രകാരനും എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ MG ശശിഭൂഷൺ സാറാണ്. അദ്ദേഹത്തെയും ആദരവോടെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ യോഗത്തിൽ നന്ദി അർപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി ദീപ ആർ കൃഷ്ണൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ അഡീഷണൽ സെക്രട്ടറിമാർ, ജോയിൻറ്റ് സെക്രട്ടറിമാർ, ബഹുമാനപ്പെട്ട സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി മോഹൻകുമാർ സാർ, പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, അതുപോലെ മറ്റ് പ്രിയപ്പെട്ട എൻ്റെ ഈ നിയമസഭയിലെ സഹപ്രവർത്തകർ, എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഡോക്ടർ MG ശശിഭൂഷൺ അവർ ഇവിടെ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ച നമ്മുടെ നിയമസഭാ സെക്രട്ടറി ഇൻചാർജ് ശ്രീ ഷാജി സി ബേബി, ബഹുമാന്യായ ശ്രീമതി ദീപ ആർ കൃഷ്ണൻ, മറ്റ് സഹോദരങ്ങളെ, സ്നേഹിതരെ, ഞാൻ ഇതേ കെട്ടിടത്തിൽ ഇന്ന് 2ാം പ്രാവശ്യമാണ് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് വരുന്നത്. രാവിലെ കേരള ജനസമൂഹത്തിനും മലയാള ഭാഷയ്ക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത PN പണിക്കർ സാർ വായനാ ദിനവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ പോകും. അതുമായി ബന്ധപ്പെട്ടൊരു യോഗത്തിനാണ് രാവിലെ വന്നത്. ഡോക്ടർ MG ശശിഭൂഷൺ ദീർഘകാലമായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് മലയാള ഭാഷയ്ക്ക് ചെയ്ത സംഭാവനകൾ, ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ ഓർക്കുന്ന സംഭാവനകളുടെ ഒരു പരമ്പരയുണ്ട്. അത് ഞാനിപ്പോൾ ഒരിക്കൽ കൂടി അനുസ്മരിക്കുകയും ചെയ്യുകയാണ്. മലയാള ഭാഷയ്ക്ക്
ഉന്നത സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒത്തിരി മഹാരഥന്മാരുണ്ട്. ശ്രേഷ്ഠ ഭാഷയായി മലയാളത്തെ അപ്ഗ്രേഡ് ചെയ്യണം എന്നാഗ്രഹിച്ച് ONV കുറുപ്പ് സാറടക്കം നിരവധി ആളുകൾ ഒരുമിച്ച് നടത്തിയ ശ്രമങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അതിൽ ബഹുമാന്യനായ ശ്രീ MG ശശിഭൂഷണും വളരെ പ്രധാനപ്പെട്ടൊരു പങ്കാളിത്തം വഹിച്ചിരുന്നു എന്ന് അനുസ്മരിക്കുകയും ചെയ്യുന്നു. മലയാള ഭാഷ ഒരു പ്രാദേശിക ഭാഷ എന്നുള്ള നിലയിലാണ് സാധാരണഗതിയിൽ നമ്മുടെ ഓൺ റെക്കോർഡ് വരുന്നത്, ഔദ്യോഗികമായി വരുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രാദേശിക ഭാഷയല്ല. നമ്മളുടെ എല്ലാ രൂപത്തിലും ആശയവിനിമയത്തിനുള്ള ഏറ്റവും സുപ്രധാനമായ ഭാഷയായിട്ടാണ് നിൽക്കുന്നത്. മലയാളത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ജ്ഞാനപീഠം അവാർഡ് മുതൽ വിവിധങ്ങളായ ദേശീയ അന്തർദേശീയ രംഗത്തുള്ള അവാർഡുകൾ കിട്ടിയിട്ടുള്ള നിരവധി മലയാളി എഴുത്തുകാരുണ്ട്. അതിലാദ്യത്തെ അവാർഡ് കിട്ടിയ ശങ്കരക്കുറുപ്പ് സാറിനെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. അപ്പം മലയാളത്തിൻ്റെ ഒരു പഴയകാല പ്രൗഢിയെക്കുറിച്ചാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നിട്ടുള്ളത്. ആ മലയാളത്തെ നമുക്ക് കൂടുതൽ ഉത്തേജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള പുതിയ തലമുറയുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത്. മലയാളം ഈസിയായി കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ മലയാളത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ട രൂപത്തിലുള്ള പ്രാധാന്യം വരുന്നു എന്നൊരു ശങ്കയും ഇല്ലാത്തവരില്ല എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. മലയാളം യഥാർത്ഥത്തിൽ നമുക്ക് അതൊരു കൊളോക്കിയൽ ലാംഗ്വേജ് എന്നുള്ള നിലയിലായിരിക്കും നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷേ ഒരു ലാംഗ്വേജിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ആലോചിക്കണം. ഭാഷയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം. മലയാളം എന്ന് പറയുന്നത് തനി മലയാളം നമുക്ക് കണ്ടെത്താൻ പാടാണ്. മലയാളത്തിനകത്ത് സംസ്കൃത പദങ്ങളുടെ സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ വിദഗ്ധരായിട്ടുള്ള ശ്രീ MG ശശിഭൂഷൺ അവർ സംസാരിക്കും എന്ന് ഞാൻ കണക്കാക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പോകാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ബാഹ്യ സമ്മർദ്ദങ്ങൾ എൻ്റെ മേൽ വന്ന് കുമിഞ്ഞു കൂടുകയാണ്. അതുകൊണ്ട് മാത്രം നേരത്തെ പോകും. എനിക്കതുകൊണ്ട് ആ പ്രസംഗം അവസാനം വരെ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സങ്കടവും നിൽക്കുന്നുണ്ട്. ഇവിടെ മലയാളം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സാൻസ്ക്രിറ്റ് അതിൻ്റെ ഒറിജിനൽ ഭാഷയാണ്. സംസ്കൃതം എത്രയോ പദങ്ങൾ നമ്മളുടെ മലയാള ഭാഷയ്ക്കകത്ത് വരും. തമിഴ് ഓറിയൻ്റഡായിട്ടുള്ള അദ്ദേഹത്തെ അങ്ങേക്കാണ് ഇത് കൃത്യം അറിയാവുന്നത്. തമിഴ് ഓറിയൻ്റഡായിട്ടുള്ള വാക്കുകൾ നമ്മുടെ മലയാളത്തിൽ ധാരാളമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മലയാളം എന്ന് പറയുന്നത് സംസ്കാര സമ്പന്നരായിട്ടുള്ള ആളുകളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജായി നിൽക്കുകയും ചെയ്യണം. മലയാളത്തിന് ഇന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം വേണം എന്നുള്ള ചിന്തയുള്ള ആളാണ് ഞാൻ. കാരണം മലയാളത്തിൽ നമ്മളുടെ കുട്ടികളെല്ലാവരും പഠിക്കണമെന്ന് ശഠിക്കുന്ന പാഠ്യപദ്ധതിയും എന്നാൽ പഠിക്കുന്നതിന് വിമുഖത കാണിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ തലമുറയും രണ്ടും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മലയാളം ഒരു സംസാരിച്ചേ മതിയാകൂ എന്ന് നിർബന്ധിക്കുന്ന വീട്ടമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം വർത്തമാനപത്രം പോലും നിവർത്ത് നോക്കുന്നതല്ലാതെ പൂർണ്ണമായി വായിക്കാൻ അറിയാത്ത പുതിയ തലമുറ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. അത് ഞാൻ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയോ ചെറുതാക്കുന്നതിന് വേണ്ടിയോ പറയുന്ന ഒരു പ്രയോഗമായി ദയവായി നിങ്ങൾ നിൽക്കരുത്. പ്രാവർത്തികമായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കുട്ടികളെ പൂർണ്ണമായി മലയാളത്തിൻ്റെ എല്ലാ സാരാംശത്തോടു കൂടിയും പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല നടപടികളുണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരഭിപ്രായം. ഇപ്പോൾ ഭാഷയ്ക്കൊരു പ്രശ്നമുണ്ട്. ഭാഷയ്ക്ക് നന്നാക്കുന്നതിന് വേണ്ടി ഒത്തിരി സയൻറ്റിസ്റ്റുകൾ തന്നെ ഈ രംഗത്തൊക്കെ നിന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സംസ്കൃതം നമ്മുടെ നാട്ടിലെ ഒരു അനുദിന പ്രവർത്തനത്തിന് അനുദിന ഭാഷയായി വന്നിട്ടില്ല. പക്ഷേ അതൊരു ശ്രേഷ്ഠ ഭാഷയായിട്ട് നിൽക്കുകയാണ്. സംസ്കൃതത്തിന് ഒരു കൂടുതൽ ജ്ഞാനമുണ്ടാകുന്നതിന് വേണ്ടി കാലടി കേന്ദ്രീകരിച്ച് നമ്മളൊരു സംസ്കൃത സർവകലാശാല ഉണ്ടാക്കി. പക്ഷേ ആ സർവകലാശാലയിൽ പഠിപ്പിക്കുന്ന സംസ്കൃതം ഒഴിച്ചെല്ലാം പഠിപ്പിക്കും. സംസ്കൃതം മാത്രം കാര്യമല്ലോ. എന്തോ
അവിടെ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷേ സംസ്കൃതത്തിന് കിട്ടുന്ന ഒരു പ്രാധാന്യം ഡോക്ടർ ശങ്കർദയാൽ ശർമ്മ അദ്ദേഹമാണ് ഈ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നതിനെ പറ്റി ഏറ്റവും കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്തത്. പക്ഷേ നമ്മുടെ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയും അതിൻ്റേതായ രൂപത്തിൽ ലക്ഷ്യം പ്രാപിച്ചോ എന്ന് ഞാൻ വിമർശനമായിട്ട് പറയല്ല, ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നിർബന്ധ ബുദ്ധി കൊണ്ട് പറയുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഭാഷകളെ ഡെവലപ്പ് ചെയ്തെടുക്കണ്ടേ? നമ്മളുടെ സംസ്കൃത സ്കൂള്, ഇപ്പം നമ്മളുടെ തിരുവനന്തപുരത്തെ സംസ്കൃത സ്കൂള്, ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം നേരിട്ട് അനുഭവമുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും അതിനു വേണ്ടി നമ്മൾ ആരംഭിക്കുകയും അതിൻ്റെ പ്രവർത്തനവുമായി കുറേ ദൂരം നമ്മൾ പോവുകയും ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൻ്റേതായ ചൂടോടുകൂടി അതിൻ്റേതായ ഒരു ശക്തിയോടുകൂടി പിന്നീടൊരു ഫോളോ അപ്പ് വരുന്നുണ്ടോ എന്നുള്ള ശങ്ക ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മലയാളവും ഈ സംസാരിക്കുന്ന ഇവിടെ വായനാ ദിനവും ഇതും തമ്മിൽ വലിയ ബന്ധം ഉണ്ടാകണമെന്നില്ല. വായനയിൽ തന്നെ രണ്ട് വിഭാഗത്തെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അതിനകത്തൊരു വിദഗ്ധനൊന്നുമല്ല. എൻ്റെ അഭിപ്രായം ഒരു അവിദഗ്ധനായിട്ടൊരു വ്യക്തിയുടെ മലയാള ഭാഷ സംസാരിക്കുന്ന വ്യക്തിയുടെ അഭിപ്രായമായി മാത്രം കണ്ടാൽ മതി. വായനയിൽ നമ്മുടെ കൂടെ വായിക്കുന്ന ആളുകൾ ധാരാളമല്ല, ചെറുതല്ല. സാക്ഷര കേരളം എന്ന് പറയും, അക്ഷര നഗരി എന്ന് പറയും. പലതുകൊണ്ടും നമ്മൾ ഭാഷയെ സ്നേഹിക്കുന്നവരാണെന്ന് തെളിയിക്കുന്നതിന് നമ്മുടെ മുമ്പിൽ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ വായന പലപ്പോഴും പരന്ന വായനയായിട്ടാണ്. ലൈറ്റ് റീഡിങ്ങിനാണ് നമ്മൾ വായിക്കുന്നു എന്ന് പറയുന്നവർ പോലും ഒരു ലൈറ്റ് റീഡിങ്ങിനാണ് അവർ ശ്രമിക്കുന്നത്. നമ്മൾ എത്രയോ നല്ല ഗ്രന്ഥങ്ങൾ നമ്മുടെ ലൈബ്രറികളിലുണ്ട്. ഈ നമ്മളുടെ നിയമസഭ ലൈബ്രറി അടക്കം ഏറ്റവും നല്ല വളരെ വിലപ്പെട്ട പുസ്തകങ്ങൾ നമ്മളുടെ ലൈബ്രറികളിലുണ്ട്. പക്ഷേ അതിൻ്റെ മൂവ്മെൻറ്റ് എത്രയുണ്ട് എന്നെനിക്കറിയില്ല. പുസ്തകം ആയതുകൊണ്ട് എടുക്കുന്നതല്ലാതെ കൊടുക്കുന്ന കാര്യം ആരും ആലോചിക്കാറും ഉണ്ടാവില്ല. പുസ്തകം എടുക്കും പക്ഷേ തിരിച്ചു കൊടുക്കുന്ന കാര്യം ആലോചിക്കില്ല. ലൈബ്രറിയിലൊക്കെ വളരെ ശക്തമായ രൂപത്തിലുള്ള ചിട്ടകളുള്ളത് കൊണ്ട് മാത്രമായിരിക്കും അത് പോകുന്നത്. നമ്മൾ വായിക്കുന്നതിലൊരു പുസ്തകം ഒരു ഫ്രണ്ടിന് കൊടുത്തു എന്നിരിക്കട്ടെ, തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? കിട്ടിയ ആരെങ്കിലും ഒരു ഭാഗ്യവാനുണ്ടെങ്കിൽ കൈപൊക്കിയാൽ, ഭാഗ്യവതി ഉണ്ടെങ്കിൽ കൈപൊക്കിയാൽ എനിക്കും മനസ്സിലാകും. അത് വേറൊന്നും കൊണ്ടല്ല, അവർ കൊണ്ടുപോകുന്നവർ പുസ്തകത്തെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല, അവരാ പുസ്തകമൊക്കെ വായിക്കും, പിന്നെ ഈസി ആയിട്ടങ്ങ് തള്ളും. ആ രൂപത്തിൽ വരുന്നത് കൊണ്ട് അതിൻ്റെ ഒരു പ്രചുര പ്രചാരണത്തിന് വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നില്ല എന്നൊരു തോന്നൽ പലപ്പോഴും നിഷ്പക്ഷമതികളായ ആളുകളുടെ മനസ്സിലുണ്ട്. നമുക്ക് മലയാളത്തെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇതുമായി സംസാരിക്കുമ്പോൾ തമിഴ് സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം ഒരു അന്തർദേശീയ രംഗത്തെ ഒരു കോൺഫറൻസ് ഇവിടെ തമിഴ്നാട്ടിൽ മധുരയിൽ വെച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ തമിഴ് സംസാരിക്കുന്ന മുഴുവൻ ആളുകളും, ലോകത്തുള്ള മുഴുവൻ ആളുകളും, അത് പല രംഗങ്ങളിലിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും എല്ലാവരെയും ഒരുമിച്ച് വരുത്തി ഒരു തമിഴ് കൂട്ടായ്മ നടത്തിയത് ഞാൻ ഓർക്കുകയാണ്. ഇപ്പം മലയാളത്തിലത് നടത്തുവാനുള്ള അന്തരീക്ഷം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മലയാളി ഇന്ത്യക്ക് പുറത്തും ലോകത്തെവിടെയുള്ള മലയാളിക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന, മലയാള ഭാഷയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഒരു വേദിയെങ്കിലും ഉണ്ടാകണ്ടേ എന്നുള്ളതാണ് എൻ്റെ ഈ വായനാ ദിനത്തിലെ ഏക ചോദ്യം. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. പരസ്പരം അറിയണം, പരസ്പരം ബന്ധപ്പെട്ട് പോകണം. ചില സ്കൂളുകളിൽ മലയാളം പറഞ്ഞാൽ തല്ല് കിട്ടും എന്ന് കുട്ടികൾ പരാതിപ്പെട്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ മലയാളത്തിന് ശിക്ഷ മേടിച്ചും മലയാളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതേസമയം മലയാളം ഒരു ശിക്ഷയായി കൈകാര്യം ചെയ്യുന്ന ആളുകളുമുണ്ട്. നമുക്കിതിനെയൊക്കെ നമ്മുടെ ഭാഷയുടെ പെർപച്വാലിറ്റി, അതിൻ്റെ സസ്റ്റൈനബിലിറ്റി, അതെല്ലാം നിലനിർത്തത്തക്ക വിധത്തിൽ ഒരു തലമുറയെ പ്രാപ്തരാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ ചിന്ത ഇന്നത്തെ ദിവസം ഉണ്ടാകണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഭാവുകം നേരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നെത്തിയ ആളുകൾ, നിങ്ങളെ ഒരിക്കൽ കൂടി സന്തോഷത്തോടു കൂടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നമ്മുടെ ഈ ചർച്ച സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും വരട്ടെ. അങ്ങനെ മലയാള മണ്ണിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കട്ടെ. അതിൻ്റെ ഒരു ആവേശം
നമ്മുടെ തലമുറകൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് ഔപചാരികമായി എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അടുത്തതായി സമന്വയം ത്രൈമാസികയുടെ 22ാമത് ലക്കത്തിൻ്റെയും മൊഴി നുറുങ്ങ് ത്രൈമാസികയുടെ 11ാമത് ലക്കത്തിൻ്റെയും പ്രകാശന ചടങ്ങാണ്. പ്രകാശനത്തിനായി ബഹുമാനപ്പെട്ട സ്പീക്കറെ ക്ഷണിക്കുന്നു. അടുത്തതായി സമന്വയം ത്രൈമാസികയിലെ മികച്ച രചനകൾക്കുള്ള പ്രോത്സാഹന സമ്മാനമാണ്. ശ്രീ ശ്യാം KS അണ്ടർ സെക്രട്ടറി, കഥാ വിഭാഗം. 1000 രൂപയുടെ പുസ്തകങ്ങളാണ് സമ്മാനം. അടുത്തായി വിഷ്ണു SS സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ്, ലേഖനത്തിനുള്ള സമ്മാനമാണ്. അടുത്തതായി മൊഴി നുറുങ്ങ് ത്രൈമാസികയിലെ കവിതകൾക്കുള്ള പ്രോത്സാഹന സമ്മാനമാണ്. ശ്രീ ശങ്കർ KK അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ശ്രീ നിസാർ A സെക്ഷൻ ഓഫീസർ. കുമാരി സൈന മെഹറിൻ K, ഡോട്ടർ ഓഫ് ഫാത്തിമ K, അസംബ്ലി അറ്റൻഡന്റ്.